ഹായ് ഓൾ, DME2 മൊഡ്യൂൾ 5-ലെ 5-ാമത്തെ വീഡിയോ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. വി ബെൽറ്റ് ഡ്രൈവിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ് ഇന്ന് തരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓൾറെഡി ഫ്ലെക്സിബിളായിട്ടുള്ള പവർ ട്രാൻസ്മിഷൻ എലമെൻറ്റ്സാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു കാറ്റഗറിയിൽ തന്നെയാണ് വി ബെൽറ്റും വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനു മുമ്പ് ഫ്ലാറ്റ് ബെൽറ്റ് ആയിരുന്നു, വളരെ തിൻ ആയിട്ടുള്ള ഒരു റെക്റ്റാങ്കുലർ ക്രോസ് സെക്ഷനാണ് ഫ്ലാറ്റ് ബെൽറ്റിന് ഉണ്ടായിരുന്നത്. അപ്പോൾ വി ബെൽറ്റിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും അവിടെ ആ ഒരു ക്രോസ് സെക്ഷനാണ് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത്. ഒരു ട്രപ്പിസോഡൽ ഷേപ്പിലുള്ള അതല്ലെങ്കിൽ ഒരു വെഡ്ജ് ഷേപ്പിലുള്ളൊരു ക്രോസ് സെക്ഷനാണ് വി ബെൽറ്റിന് ഉള്ളത്. അപ്പോൾ ആ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ദെൻ ഫ്ലാറ്റ് ബെൽറ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും പിന്നെ വി ബെൽറ്റിൻ്റെ കുറച്ച് പ്രത്യേകതകളെന്ന് പറയുന്നത് ഷോർട്ട് ഡിസ്റ്റൻസിൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. ഫ്ലാറ്റ് ബെൽറ്റിൻ്റെ കേസിൽ നമ്മളൊരു 5 to 20 മീറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ നിങ്ങൾ പ്രോബ്ലംസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിനേക്കാളും താഴെയുള്ള ഡിസ്റ്റൻസിലും ഫ്ലാറ്റ് ബെൽറ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. 5 മീറ്റേഴ്സിനേക്കാളും താഴെ, അതേപോലെ ഈ ഒരു ഇപ്പോൾ 3 മീറ്റേഴ്സിൻ്റെ റേഞ്ചിലൊക്കെ ഫ്ലാറ്റ് ബെൽറ്റ്സ് ഉപയോഗിക്കുന്നതായിട്ട് കാണാം. ഓക്കെ, ദെൻ ഒരു 3 മീറ്റേഴ്സ് വരെയുള്ള ഒരു റേഞ്ചിൽ എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നൊരു ടൈപ്പ് ബെൽറ്റാണ് വി ബെൽറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഷോർട്ട് ഡിസ്റ്റൻസിൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് വി ബെൽറ്റിൻ്റെ ഉള്ളൊരു അഡ്വാൻറ്റേജ്. ദെൻ അതിൻ്റെ ക്രോസ് സെക്ഷൻ്റെ കാര്യം പറഞ്ഞു. ട്രപ്പിസോയിഡൽ ഓർ വെഡ്ജ് ഷേപ്പ് ആയിട്ടുള്ളൊരു ക്രോസ് സെക്ഷനാണുള്ളത്. ദെൻ ഇറ്റ് ഈസ് മെയ്ഡ് ഇൻ സർക്കുലർ ഫോം. ഇപ്പോൾ വി ബെൽറ്റ് നോക്കിക്കഴിഞ്ഞാൽ അത് എൻഡ്ലെസ് ആയിട്ടാണ് മാനുഫാക്ചർ ചെയ്തെടുക്കുക. ഓക്കെ, ഫ്ലാറ്റ് ബെൽറ്റിനെ പോലെ ഒരിക്കലും അവിടെ ജോയിൻറ്റ്സ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ വളരെ സ്മൂത്ത് ആയിട്ടുള്ളൊരു ഓപ്പറേഷൻ ആണ് വി ബെൽറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ വി ബെൽറ്റ് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് അതേപോലെ തന്നെ വി ഗ്രൂവ്ഡ് ആയിട്ടുള്ള പുള്ളീസ് ആവശ്യമുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ ഷീവ് എന്നുകൂടി വിളിക്കും. വി ഷേപ്പ് ഗ്രൂവുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പുള്ളീസിനെ നമ്മൾ ഷീവ് എന്നുകൂടി വിളിക്കാറുണ്ട്. ഓക്കെ, ദെൻ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വി ബെൽറ്റ് ഈ ഒരു വി ഗ്രൂവിലേക്ക് അത് നമ്മൾ റൺ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ബെൽറ്റ് ഈ ഒരു പുള്ളീസായിട്ട് അറ്റാച്ച് ചെയ്യുമ്പോഴത്തേക്കും ബെൽറ്റിൻ്റെ 2 സ്ലാൻഡഡ് ആയിട്ടുള്ള ആ ഒരു ചെരിഞ്ഞിരിക്കുന്ന ആ ഒരു സർഫസുകളായിരിക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പുള്ളിയുടെ ആ ഒരു സൈഡ് വാൾസ് ആയിട്ടാണ് കോണ്ടാക്റ്റ് വരുള്ളൂ. നിങ്ങളുടെ ബെൽറ്റിൻ്റെ ബോട്ടം ആ ഒരു സർഫസ് പുള്ളിയിലത്തെ ആ ഒരു ബോട്ടം സർഫസായിട്ട് ഒരിക്കലും കോണ്ടാക്റ്റ് വരില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ പവർ ട്രാൻസ്മിഷൻ നടക്കുന്നത് ഈ ഒരു സൈഡ് വാൾസ് ആയിട്ടുള്ള കോണ്ടാക്റ്റ് വഴിയാണ്. അപ്പോൾ ഒരു വെഡ്ജ് ആക്ഷനും ദെൻ അവിടെ നമുക്ക് കിട്ടുന്ന ആ ഒരു ഫ്രിക്ഷൻ, സൈഡ് വാൾസ് ആയിട്ട് ബെൽറ്റ് കോണ്ടാക്റ്റ് വരുമ്പോൾ അവിടെ ഒരു ഫ്രിക്ഷനും ഉണ്ട്, അതുപോലെ ഒരു വെഡ്ജിങ് ആക്ഷനും ഉണ്ട്. ഇത് രണ്ടും വഴിയാണ് നമുക്കവിടെ പവർ ട്രാൻസ്മിഷൻ പോസിബിൾ ആവുന്നത്. ഓക്കെ, ദെൻ ഇതൊരു പോസിറ്റീവ് ഡ്രൈവാണ്. ഇപ്പോൾ ഫ്ലാറ്റ് ബെൽറ്റിൻ്റെ കേസിൽ അവിടെ സ്ലിപ്പ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷേ വി ബെൽറ്റിൻ്റെ കേസിൽ അവിടെ സ്ലിപ്പ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പോസിറ്റീവ് ഡ്രൈവ് എന്ന് വിളിക്കുന്നത്. ഈ ഒരു വെഡ്ജിങ് ആക്ഷൻ ഉള്ളത് കൊണ്ടാണ് അവിടെ സ്ലിപ്പ് ഉണ്ടാവാതിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ബെൽറ്റ് ടെൻഷൻ കൂടുകയാണെങ്കിലും അതല്ലെങ്കിൽ പവർ ട്രാൻസ്മിഷൻ നടക്കുന്ന സമയത്ത് ആ ഒരു വെഡ്ജിങ് ആക്ഷൻ അവിടെ ഉള്ളത് കൊണ്ട് അവിടെ എന്തായാലും സ്ലിപ്പിംഗ് എന്ന് പറഞ്ഞ ടെൻഡൻസി ഉണ്ടാവില്ല. പക്ഷേ അതുകൊണ്ടുള്ള വേറൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ കുറച്ചധികം പവർ ലോസ് നമുക്ക് ഈ ഒരു വെഡ്ജിങ് ആക്ഷൻ ഉള്ളത് കൊണ്ട് അവിടെ ഉണ്ടാവും. കൂടുതൽ ഫ്രിക്ഷണൽ ലോസസ് ഈ ഒരു വി ബെൽറ്റ് ഡ്രൈവിൽ ഫ്രിക്ഷണൽ ലോസസ് ഉണ്ടാവാനായിട്ട് സാധ്യത കൂടുതലാണ്. ഫ്ലാറ്റ് ബെൽറ്റിൻ്റെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഇതിന് എഫിഷ്യൻസി അല്പം കുറവാണ്. പവർ ട്രാൻസ്മിഷൻ കപ്പാസിറ്റി കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കൂടുതൽ വി ബെൽറ്റിനാണെന്ന് പറയും. പക്ഷേ എഫിഷ്യൻ്റ് ആയിട്ടുള്ള പവർ ട്രാൻസ്മിഷൻ നോക്കുകയാണെങ്കിൽ ഫ്ലാറ്റ് ബെൽറ്റാണ് കുറേ കൂടി എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുക. വി ബെൽറ്റിൻ്റെ പവർ ട്രാൻസ്മിഷൻ റേഞ്ച് കൂടുതലാണ്. അത് അച്ചീവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരൊറ്റ വി ബെൽറ്റ് വെച്ചിട്ടല്ല, മൾട്ടിപ്പിൾ വി ബെൽറ്റുകൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വലിയൊരു
പവർ റേഞ്ചിലേക്ക് എത്തണത്. അതേപോലെ വി ബെൽറ്റിന് വളരെ ലോ ആയിട്ടുള്ള പവറിലേക്കും വളരെ ഹൈ ആയിട്ടുള്ളൊരു പവർ ട്രാൻസ്മിഷൻ റേഞ്ച് വി ബെൽറ്റിന് അവൈലബിൾ ആണ് ഫ്ലാറ്റ് ബെൽറ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക്. ഓക്കെ, ദെൻ നമുക്ക് ആ ഒരു വി ബെൽറ്റിൻ്റെ ക്രോസ് സെക്ഷൻ ഒന്നുകൂടി ഒന്ന് നോക്കാം. ഇപ്പോൾ മെയിനായിട്ട് ഈ ഒരു സെക്ഷൻ്റെ ഇപ്പോൾ നമ്മൾ ബെൽറ്റ് ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്കും ഒരു ബെൽറ്റിൻ്റെ ഡയമെൻഷൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ട് ഡിസൈൻ ചെയ്യുക അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ വി ബെൽറ്റിൻ്റെ കേസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഡയമെൻഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ടോപ്പ് വിഡ്ത്താണ്. ബെൽറ്റിൻ്റെ വിഡ്ത്ത് എന്നുള്ള രീതിയിൽ പറയുന്നത് ആ ഒരു ടോപ്പ് പോർഷനിൽ വരുന്ന വിഡ്ത്താണ്. അതേപോലെ ബെൽറ്റിൻ്റെ തിക്നെസ്. ഓക്കെ, ദെൻ പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് അവിടുത്തെ ഗ്രൂവ് ആംഗിൾ. ബെൽറ്റിൻ്റെ വി ആംഗിൾ അതല്ലെങ്കിൽ നമ്മൾ ഗ്രൂവിന് കൊടുക്കുന്ന ആംഗിൾ ഒരു 30 ഡിഗ്രി മുതൽ 40 ഡിഗ്രി വരെയാണ് ഈ ഒരു ഗ്രൂവ് ആംഗിൾ വേരി ചെയ്യുന്നത്. ഇപ്പോൾ 32, 34, 36, 38, 40 അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഗ്രൂവ് ആംഗിൾസ് ഉണ്ട്. ആൽഫ എന്നുള്ളൊരു നൊട്ടേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഗ്രൂവ് ആംഗിളിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ദെൻ ഈ ഒരു ബെൽറ്റിൻ്റെ സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ 3 തരത്തിലുള്ള മെറ്റീരിയൽസാണ് അവിടെ മെയിനായിട്ട് ഉള്ളത്. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ആക്ച്വലി വി ബെൽറ്റ് എന്ന് പറഞ്ഞാൽ ഒരു റബ്ബർ ബെൽറ്റാണ്. ഈ ഒരു വി ഷേപ്പിൽ മോൾഡ് ചെയ്തെടുത്ത അല്ലെങ്കിൽ ഇവിടെ കാണുന്ന ഒരു ട്രപ്പിസോയിഡൽ ഷേപ്പിൽ മോൾഡ് ചെയ്തെടുത്തിട്ടുള്ളൊരു റബ്ബറിൻ്റെ ഒരു ബെൽറ്റാണ് മെയിനായിട്ടുള്ള പോർഷൻ. ദെൻ ഈ ഒരു റബ്ബർ ബെൽറ്റിൻ്റെ ഉൾഭാഗത്ത് ലോഡ് ക്യാരിയിങ് കോഡ്സ് ത്രെഡ് പോലത്തെ ത്രെഡഡ് ആയിട്ടുള്ള ഒരു കമ്പോണൻ്റ് ഉണ്ട്. ആക്ച്വലി ഇതാണ് ഇതിൻ്റെ ഒരു ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റീനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഈ ഒരു കോഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പോൾ അതൊരു റീഇൻഫോഴ്സ്മെൻറ്റ് പോലെയാണ്. ഓക്കെ, വി ബെൽറ്റ് ഡ്രൈവിൻ്റെ ആ ഒരു റബ്ബർ ബെൽറ്റിൻ്റെ ഉള്ളിലായിട്ട് ഒരു റീഇൻഫോഴ്സ്മെൻറ്റ് പോലെ നമുക്ക് അവിടെ കുറച്ച് കോഡ്സ് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ അത് പലതരം മെറ്റീരിയൽസ് ഉണ്ട്, അതൊക്കെ എന്താ നമ്മൾ ഇപ്പോൾ വഴിയെ പറയും. ദെൻ പിന്നെ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു റബ്ബർ മോൾഡഡ് ആയിട്ടുള്ള റബ്ബറിൻ്റെ ആ ഒരു ട്രപ്പസോയിഡൽ ഷേപ്പിൻ്റെ പുറത്തുകൂടെ ഒരു കവർ, ഒരു ഔട്ടർ കവറിങ് ഉണ്ട്. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് ഇത്രയും പാർട്സാണ് വി ബെൽറ്റ് പറയുമ്പോഴത്തേക്കും പറയാൻ പറ്റുക. അതിൽ ഇൻറ്റേർണലായിട്ട് കുറച്ച് ലോഡ് ക്യാരിയും കോഡ്സ് ഉണ്ട്, അതിൻ്റെ പുറത്തായിട്ട് റബ്ബർ മോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ അതിനെ കവർ ചെയ്തുകൊണ്ട് ഒരു ഔട്ടർ കവറിങ് കൂടിയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ മെറ്റീരിയൽസിനെ കുറിച്ചൊക്കെ പറയും. ദെൻ ഈ സെയിം സംഗതികൾ തന്നെ ഇവിടെ വേറൊരു ഫിഗറിൽ കാണിച്ചു എന്നുള്ളൂ. അപ്പോൾ അവിടെയും ഇതൊക്കെ തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. ദെൻ അവിടെ ടോപ്പ് സർഫസിനെ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഔട്ടർ കവറിങ്ങിനെ ബാൻഡ് പ്ലൈ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അതേപോലെ നമ്മളിവിടെ പറഞ്ഞ ലോഡ് ക്യാരിയിങ് കോഡ്സ് അത് തന്നെയാണ് ടെൻസൈൽ കോഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ മുകൾ ഭാഗത്ത് വരുന്ന റബ്ബറിൻ്റെ പോർഷൻ ഓവർ കോഡ് റബ്ബർ എന്നും താഴെ ഭാഗത്ത് വരുന്നതിനെ അണ്ടർ കോഡ് റബ്ബർ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബെൽറ്റ് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു പ്രത്യേകത, ഈ ഒരു ഓവർ കോഡ് റബ്ബർ എന്ന് പറയുന്ന ആ ഒരു പോർഷൻ എപ്പോഴും ടെൻസൈൽ സ്ട്രെസ്സാണ് എക്സ്പീരിയൻസ് ചെയ്യുക. ഓക്കെ, അതെപ്പോഴും ഒരു ടെൻഷനാണ് അതിന് ഫീൽ ചെയ്യുക. ദെൻ ടെൻസൈൽ ഈ ഒരു ലോഡ് ക്യാരിയിങ് കോഡുകൾ ആ ത്രെഡുകൾ പ്രൊവൈഡ് ചെയ്തുള്ള ആക്ച്വലി നമ്മുടെ ബെൽറ്റ് ഒരു ന്യൂട്രൽ ആക്സിസ് പോലെ വരുന്ന ഭാഗത്താണ്. ഓക്കെ, ആ ഒരു ബെൽറ്റ് ബെൻഡ് ചെയ്യുമ്പോഴത്തേക്കും ന്യൂട്രൽ ആക്സിസ് പോലെ വരുന്ന ഒരു ഭാഗത്താണ് നമ്മൾ ഈ ഒരു ടെൻഷൻ ലോഡ് എടുക്കുന്ന ത്രെഡുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ദെൻ അതിൻ്റെ താഴെ ത്രെഡുകളുടെ താഴെ വരുന്ന ഈ ഒരു അണ്ടർ കോഡ് റബ്ബർ എന്ന് പറയുന്ന പോർഷനിൽ എപ്പോഴും ഒരു കംപ്രസീവ് സ്ട്രെസ് ആയിരിക്കും ഫീൽ ചെയ്യുക. അപ്പോൾ നമുക്കറിയാം ഒരു ബീം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു മിഡിൽ പോർഷൻ അതികൂടെ നമ്മളൊരു ന്യൂട്രൽ ആക്സിസ് കൺസിഡർ ചെയ്യുകയാണ്. ബീം ബെൻഡ് ചെയ്യുമ്പോഴത്തേക്കും ന്യൂട്രൽ ആക്സിസിൻ്റെ താഴെയുള്ള പോർഷനിൽ അവിടെയുള്ള ഫൈബേഴ്സിന് ഒരു കംപ്രഷൻ ലോഡായിരിക്കും ഫീൽ ചെയ്യുക. ദെൻ ന്യൂട്രൽ ആക്സിസിൻ്റെ മുകളിലുള്ള ഫൈബേഴ്സിന് ഒരു ടെൻസൈൽ ലോഡായിരിക്കും ഫീൽ ചെയ്യുക. ഈ ഒരു സെയിം കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ വി ബെൽറ്റിൻ്റെ കേസിൽ പിന്നെ വരുന്നൊരു കാര്യം, ഒരു നെഗറ്റീവ് എഫക്റ്റാണ് ബെൻഡിങ് സ്ട്രെസ് കൂടുതലാണെന്നുള്ളത്. ഫ്ലാറ്റ് ബെൽറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു വളരെ നേരോ ആയിട്ടുള്ളൊരു റെക്റ്റാങ്കുലർ സെക്ഷനാണ്, തിക്നെസ് വളരെ കുറവാണ്. അങ്ങനെ കുറച്ച് വെച്ചിരിക്കുന്നത് തന്നെ ബെൻഡിങ് സ്ട്രെസ് കുറയാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ വി ബെൽറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ തന്നെ കാണാം അതിന് തിക്നെസ് അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. അതുകൊണ്ട് തന്നെ വി ബെൽറ്റിൻ്റെ ഒരു അതിൽ വരുന്നൊരു ഡ്രോബാക്കാണ് അവിടെ ബെൻഡിങ് സ്ട്രെസ് കൂടുതൽ ഉണ്ടാവും.
അതും അതിൻ്റെ എഫിഷ്യൻസിനെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഓക്കെ, ദെൻ ഇതിൻ്റെ താഴെ ഒരു ബെൽറ്റ് കാണിച്ചിട്ടുണ്ട്. വി ബെൽറ്റിൻ്റെ സിമിലർ തന്നെയാണ്, ആ കൂടി വ്യത്യാസമുള്ളത് അതിൻ്റെ അടിയിൽ കുറച്ച് നോച്ചസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു വേവ് ഷേപ്പിൽ കാണിച്ചിട്ടുള്ളത് കാണാം. ഓക്കെ, ഇതിനെ കോഗ്ഡ് ബെൽറ്റ് എന്നാണ് വിളിക്കുക. അപ്പോൾ ഈ രീതിയിൽ അവിടെ നോച്ചുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഇത് ബെൻഡിങ് എളുപ്പമാവാൻ വേണ്ടിയിട്ടാണ്. തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞു ന്യൂട്രൽ ആക്സിസിന് താഴെയുള്ള ഭാഗത്ത് ബെൻഡ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ കംപ്രസീവ് സ്ട്രെസ് ഉണ്ടാവും. ദെൻ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ബെൻഡ് ചെയ്യുമ്പോഴത്തേക്കും ഇപ്പോൾ വളരെ ചെറിയ ഒരു പുള്ളിയിലാണ് നമ്മൾ ബെൽറ്റിൻ്റെ ഒരു എൻഡ് ഇടണമെന്നുണ്ടെങ്കിൽ, ഡയമീറ്റർ വളരെ കുറവാണെങ്കിൽ ഈ ഒരു വി ബെൽറ്റ് അവിടെ ബെൻഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ തിക്നെസ് ഉള്ളത് കൊണ്ടാണ് അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നത്. അപ്പോൾ ആ ഒരു തിക്നെസ്സിൻ്റെ ഭാഗത്ത് അവിടെ നമ്മൾ ഈ ഒരു നോച്ച്ഡ് ആയിട്ടുള്ള ഈ ഒരു ബെൽറ്റാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ബെൻഡ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമുണ്ടാവും. ഓക്കെ, അത് കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആയിട്ട് ബെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ കേസിലാണ് കോഗ്ഡ് ബെൽറ്റുകൾ യൂസ് ചെയ്യുന്നത്. സെയിം കൺസ്ട്രക്ഷൻ തന്നെയാണ്, എന്നാലും അത് ആ ഒരു ഫിഗറിൽ കൊടുത്തിട്ടുള്ള ജസ്റ്റ് പറഞ്ഞു മാത്രം. ദെൻ എന്തൊക്കെയാണ് നമ്മളിവിടെ ഈ ഒരു ബെൽറ്റിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ്? ഇപ്പോൾ നമ്മൾ ബെൽറ്റിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ എടുത്തിട്ട് 3 രീതിയിൽ അതിൻ്റെ അല്ലെങ്കിൽ അതിൽ ക്ലാസിഫൈ ചെയ്ത് 3 തരത്തിലുള്ള പാർട്ടുകളാണ് ഈ ഒരു വി ബെൽറ്റിൻ്റെ ക്രോസ് സെക്ഷനിൽ കൺസിഡർ ചെയ്യുമ്പോൾ വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ മെയിനായിട്ട് റബ്ബറിൻ്റെ ഒരു മോൾഡഡ് ആയിട്ടുള്ള ഒരു പോർഷൻ എന്ന് പറഞ്ഞു. പിന്നെ വരുന്നത് ത്രെഡ്സ് ആണ്. പിന്നെ വരുന്നത് അതിൻ്റെ പുറത്തു കൂടെ ഉള്ളൊരു കവറാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ മെയിനായിട്ട് നമ്മുടെ കോർ എന്നുള്ള രീതിയിൽ വരുന്നത് റബ്ബർ അല്ലെങ്കിൽ പോളിമറാണ്. ദെൻ അതിൻ്റെ ഉള്ളിൽ ഫൈബർ റീഇൻഫോഴ്സ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഫൈബേഴ്സിനെ തന്നെയാണ് നമ്മൾ കോഡ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ കോഡ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫൈബേഴ്സ് അല്ലെങ്കിൽ ലോഡ് ക്യാരിയിങ് കോഡ്സ് എന്ന് പറയുന്നത് ഫാബ്രിക് മെറ്റീരിയൽസ്, കോട്ടൺ, നൈലോൺ, പോളിസ്റ്റർ ഇതേപോലെയുള്ള ഫാബ്രിക് മെറ്റീരിയൽസൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നുണ്ടാവുക. നമ്മൾ ടയേഴ്സിലൊക്കെ നൈലോണിൻ്റെ ത്രെഡുകൾ കാണാറുണ്ട്. അപ്പോൾ അതേപോലത്തെ ത്രെഡ്സ് തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇനി ഒരുപാട് ഹെവി ലോഡുകൾ എടുക്കുന്ന കേസിലാണെങ്കിൽ സ്റ്റീലിൻ്റെ കോഡ്സ് അല്ലെങ്കിൽ ത്രെഡ്സും ഇതിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ദെൻ സറൗണ്ടിങ് ആയിട്ടൊരു ലെയർ, അത് റബ്ബറിൻ്റെയും ഫാബ്രിക്കിൻ്റെയും ഒരു മിക്സാണ്. ഓക്കെ, അപ്പോൾ ഔട്ടർ കവർ എന്നുള്ളത് റബ്ബറും ഫാബ്രിക്കും കൂടിയിട്ടുള്ള ഒരു ഇതാണ് ഔട്ടർ ലെയറിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിലത്തെ മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ദെൻ ടൈപ്പ് ഓഫ് വി ബെൽറ്റ്സ്, വി ബെൽറ്റുകളുടെ ഒരു ക്ലാസിഫിക്കേഷൻ പോലെ അല്ലെങ്കിൽ അതിൽ തന്നെ പല കാറ്റഗറീസ് ഉണ്ട്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ സിംഗിൾ വി ബെൽറ്റ് യൂസ് ചെയ്യുന്നു. ഓക്കെ, ദെൻ നമുക്ക് വേണമെങ്കിൽ കൂടുതൽ പവർ ട്രാൻസ്മിഷൻ ആവശ്യമുണ്ട്, കൂടുതൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നിൽ കൂടുതൽ ബെൽറ്റുകൾ അത് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് പുള്ളിയുണ്ട്, അങ്ങനെ ഉപയോഗിക്കും. അതല്ലെങ്കിൽ പിന്നെ മൾട്ടിപ്പിൾ വി ബെൽറ്റ് തന്നെ ഒരൊറ്റ ബെൽറ്റ് പോലെ കമ്പൈൻഡ് ആയിട്ടുള്ളതും ഉണ്ട്. അതേപോലെ തന്നെ റിബ്ഡ് വി ബെൽറ്റ്, അതും ഈ പറഞ്ഞ പോലെ തന്നെയാണ്. അതിലധികം ബെൽറ്റുകൾ ഒരുമിച്ച് കൂട്ടിപ്പിടിച്ച പോലെ ഇരിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് മൾട്ടിപ്പിൾ ഗ്രൂഡ് ആയിട്ടുള്ള പുള്ളീസ് വേണ്ടി വരും ഉപയോഗിക്കാനായിട്ട്. ഇപ്പോൾ ഇതിൽ പറയുന്ന മൾട്ടിപ്പിൾ വി ബെൽറ്റിനും ആ ഒരു നമ്പർ ഓഫ് ബെൽറ്റിനനുസരിച്ചുള്ള ഗ്രൂവുകളുള്ള പുള്ളി ആവശ്യം വരും. അതേപോലെ റിബ്ഡ് വി ബെൽറ്റ് ആണെങ്കിലും അതിലത്തെ ഗ്രൂവുകളുടെ ബെൽറ്റിൻ്റെ ഗ്രൂവുകളുടെ എണ്ണത്തിനനുസരിച്ചുള്ള ഒരു പുള്ളി അവിടെ യൂസ് ചെയ്യേണ്ടി വരും. രണ്ടും കുറേയൊക്കെ സിമിലറാണ്. ദെൻ അതിൻ്റെ ഒരു ഫിഗർ എടുത്തിട്ട് പറയാൻ ബാക്കിയുള്ള കാര്യങ്ങൾ. ദെൻ സിംഗിൾ വി ബെൽറ്റ്, അതായത് ഒരൊറ്റ ഗ്രൂവ് മാത്രമുള്ള അല്ലെങ്കിൽ ആ ഒരു ട്രപ്പിസോഡൽ ഷേപ്പുള്ള ഒരൊറ്റ ബെൽറ്റ് മാത്രമാണ് നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ പവർ ട്രാൻസ്മിഷൻ കപ്പാസിറ്റിക്ക് അനുസരിച്ച് പല ഗ്രേഡുകളുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ അടിയിൽ പറഞ്ഞിട്ടുള്ളത് ABCDE. അപ്പോൾ അതിൻ്റെ ക്രോസ് സെക്ഷൻ്റെ സൈസ് അവിടെ വേരി ചെയ്തുകൊണ്ടിരിക്കും. A മുതൽ E വരെ പോകുന്നതിനിടയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ സൈസ് ഇങ്ങനെ കൂടി വരുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ പവർ ട്രാൻസ്മിഷൻ കപ്പാസിറ്റിയും കൂടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ മൊത്തത്തിൽ അതിൻ്റെ വിഡ്ത്തും തിക്നെസ്സും അങ്ങനത്തെ ഡയമെൻഷൻസും ഒക്കെ ഇൻക്രീസ് ചെയ്ത് വരും. അപ്പോൾ ഇതാണ് നമുക്ക് മെയിനായിട്ട് ഈ ഒരു ABCDE എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ വരുന്ന ബെൽറ്റുകളാണ് നമ്മൾ ഡിസൈൻ ചെയ്യുക.
ഓക്കെ, നമ്മുടെ റിക്വയർഡ് പവറിനനുസരിച്ച് നമ്മൾ ഇതിൽ ഏത് ബെൽറ്റാണ് വേണ്ടതെന്നുള്ളത് ചൂസ് ചെയ്തിട്ടാണ് ബെൽറ്റ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. ദെൻ ബാക്കിയുള്ള ടൈപ്പുകളെ കുറിച്ചും കൂടി നമുക്ക് ചെറിയൊരു ധാരണയുള്ളത് നല്ലതാണ്. അപ്പോൾ ഈ ഒരു ABCDE എന്ന് പറയുന്ന നൊട്ടേഷൻസ് ഉള്ളത് നമ്മൾ ജനറലി ക്ലാസിക്കൽ ബെൽറ്റ് എന്നാണ് വിളിക്കുക. ഓക്കെ, വി ബെൽറ്റ് തന്നെ അത് ക്ലാസിക്കലായിട്ടുള്ള ബെൽറ്റ്. ദെൻ അതിൻ്റെ തന്നെ മോഡിഫൈഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ള ബാൻഡഡ് ബെൽറ്റ്. ഇപ്പോൾ ബാൻഡഡ് ബെൽറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും വി ബെൽറ്റ് തന്നെ നമ്മൾ മൾട്ടിപ്പിളായിട്ട് യൂസ് ചെയ്യണതല്ല. അതായത് ഒന്നിൽ കൂടുതൽ ബെൽറ്റുകൾ അതിങ്ങനെ ഒരുമിച്ച് മോൾഡ് ചെയ്ത പോലെയാണ്. ഓക്കെ, ആ ഒരു രീതിയിൽ വരുന്നതാണ് ബാൻഡഡ് ബെൽറ്റ് എന്ന് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ദെൻ പിന്നെ വരുന്നൊരു ടൈപ്പാണ് റിബ്ഡ് വി ബെൽറ്റ്. ഇതും ഇപ്പോൾ പറഞ്ഞ രീതിയിൽ തന്നെ ഒരൊറ്റ ബെൽറ്റ് പോലെ മോൾഡ് ചെയ്ത് ഒന്നിലധികം വി ഗ്രൂവ്സ് അല്ലെങ്കിൽ വി ഷേപ്സ് അതിലുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു മൾട്ടിപ്പിൾ വി ബെൽറ്റ് എന്ന് പറയുന്നതിൽ ഈ ബാൻഡഡ് ബെൽറ്റും നമുക്ക് പറയാം, അതേപോലെ റിബ്ഡ് ബെൽറ്റും പറയാം. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു ഗുണം എന്ന് പറയുന്നത് ഇതിൽ ഇപ്പോൾ നമ്മൾ സാധാരണ ടൈപ്പ് വി ബെൽറ്റിന് നമുക്ക് ഒരു തിക്നെസ്, കുറച്ച് കൂടിയ ഒരു തിക്നെസ്, ആ ഒരു വെഡ്ജ് ഷേപ്പ് അവിടെ കിട്ടാനായിട്ട്, ആ ഒരു വെഡ്ജിങ് കിട്ടാനൊക്കെ ആയിട്ട് തിക്നെസ് കുറച്ച് കൂടുതൽ കൊടുക്കുന്നുണ്ട്. ഈ ഒരു കേസിൽ നമുക്ക് ആ ഒരു ബെൽറ്റിൻ്റെ തിക്നെസ് കുറേ കൂടി കുറയ്ക്കാൻ പറ്റും. അതായത് നമ്മുടെ ബെൽറ്റിനെ കുറേ കൂടി ഫ്ലെക്സിബിൾ ആക്കി മാറ്റാൻ പറ്റും. അപ്പോഴത്തേക്കും നമുക്ക് കുറേ കൂടി എഫിഷ്യൻ്റ് ആയിട്ടുള്ള പവർ ട്രാൻസ്മിഷൻ അവൈലബിൾ ആവും. ഓക്കെ, ഇപ്പോൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള വി ബെൽറ്റുകൾ, അതായത് 2ഉം 3ഉം ഈ ക്ലാസിക്കൽ ടൈപ്പ് വി ബെൽറ്റുകൾ ഉപയോഗിക്കുന്നതിന് പകരം ബാൻഡഡ് ബെൽറ്റോ റിബ്ഡ് ബെൽറ്റോ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറേ കൂടി എഫിഷ്യൻ്റ് ആയിട്ടുള്ള പവർ ട്രാൻസ്മിഷൻ കിട്ടും. അവിടുത്തെ ആ ഒരു ബെൽറ്റിൻ്റെ തിക്നെസ് കുറച്ചുകൂടി കുറവായിരിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു ബെൽറ്റിൻ്റെ ബെൻഡിങ് സ്ട്രെസ് കാര്യങ്ങൾ അല്ലെങ്കിൽ അതുവഴി കുറച്ച് ഹീറ്റ് ജനറേറ്റ് ചെയ്ത് പവർ ലോസ് ഉണ്ടാകുന്നതൊക്കെ കുറയ്ക്കാം. അപ്പോൾ നമുക്ക് എഫിഷ്യൻസി കൂടി കിട്ടും. ദെൻ കോഗ്ഡ് ബെൽറ്റിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞു. അതിൻ്റെ നോച്ചസ്, അടിഭാഗത്തായിട്ട് നോച്ചസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോഴത്തേക്കും ഇങ്ങനത്തെ ബെൽറ്റുകൾ ബെൻഡ് ചെയ്യാനായിട്ട് കുറേ കൂടി എളുപ്പമുണ്ട്. അപ്പോൾ വളരെ ചെറിയ പുള്ളീസിലൊക്കെയാണ് ഇടണമെന്നുണ്ടെങ്കിൽ കോഗ്ഡ് ബെൽറ്റുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് കുറേ കൂടി ഈസി ആയിട്ട് ബെൻഡ് ചെയ്യാൻ പറ്റും. ഫ്ലാറ്റ് ബെൽറ്റ് നമ്മുടെ ആദ്യത്തെ കേസാണ്, അതിവിടെ ജസ്റ്റ് കൊടുത്തിട്ടുണ്ടെന്നുള്ളൂ. ദെൻ ഹെക്സഗണൽ ബെൽറ്റ്, ഇത് കാണിച്ചിട്ടുള്ള ശരിക്കും ഒരു ഡബിൾ വി ബെൽറ്റ് എന്നുള്ള രീതിയിലാണ്. രണ്ട് ഭാഗത്തേക്കും ആ ഒരു ട്രപ്പിസോഡൽ ഷേപ്പ് ഉണ്ട്. ദെൻ അതിൻ്റെ ആ ഒരു ടോപ്പ് സർഫസുകൾ തമ്മിൽ കൂട്ടി ഒട്ടിച്ച പോലെയാണ് അവിടെ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ആ ഒരു ഹെക്സഗണൽ ഷേപ്പ് വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഇതൊന്നും ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ വരുന്നത് ടൈമിംഗ് ബെൽറ്റ്. ടൈമിംഗ് ബെൽറ്റ് എന്ന് പറയുന്നത് നമ്മൾ വണ്ടികളുടെയൊക്കെ വാൾവുകളിലേക്ക്, ആ വാൾവുകൾ ഓപ്പൺ ആക്കാനും ക്ലോസ് ചെയ്യാനൊക്കെ, സിലിണ്ടറിലേക്ക് നമ്മൾ ഫ്യൂവല്, അതേപോലെ നമ്മുടെ എക്സോസ്റ്റ് കൺട്രോൾ ചെയ്യാനൊക്കെ ആയിട്ടുള്ള വാൾവുകൾ, അതിൻ്റെ ക്ലോസിങ് ഓപ്പണിങ്, അതൊക്കെ കൺട്രോൾ ചെയ്യാനൊക്കെ നമ്മൾ ടൈമിംഗ് ബെൽറ്റ്സ് ഉപയോഗിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൈപ്പ് ബെൽറ്റുകളാണിത്. അപ്പോൾ ഇതിന് കോഗ്ഡ് ബെൽറ്റിനേക്കാളും, കോഗ്ഡ് ബെൽറ്റിൽ അവിടെ നോച്ചസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അത് ബെൻഡ് ചെയ്യാനുള്ള ഈസിനെസ്സിനാണ്. പക്ഷേ ഇവിടെ നമുക്ക് ടീത്തുകളാണ്, ടൈമിംഗ് ബെൽറ്റിലുള്ളത് ടീത്തുകളാണ്. അപ്പോൾ ഇതേപോലത്തെ തന്നെ ടീത്തുകളുള്ള പുള്ളിയിലാണ് ഇത് ഉപയോഗിക്കുക. ഓക്കെ, അപ്പോഴാണ് നമുക്ക് അവിടെ കൃത്യമായിട്ട്, അതായത് സ്ലിപ്പ് അതല്ലെങ്കിൽ അതിൽ വേരിയേഷൻസ് ഇല്ലാതെ, ആ ഒരു മൂവ്മെൻറ്റ് റൊട്ടേഷൻ, അത് വേരിയേഷൻസ് ഇല്ലാതെ നമുക്ക് കൃത്യമായിട്ട് അവിടെ അവൈലബിൾ ആക്കണം. എന്നാലാണ് നമ്മുടെ ആ ഒരു, അപ്പോൾ ആ പേര് തന്നെ അറിയാം നിങ്ങൾക്ക്, ടൈമിംഗ് ബെൽറ്റ്. അപ്പോൾ അവിടെ വേറെ വിഷയങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ അവിടെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റണം, വാൾവുകൾ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ടൈമിംഗ് ബെൽറ്റ് യൂസ് ചെയ്യും. ദെൻ വേരിയബിൾ സ്പീഡ് ബെൽറ്റ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഈ ഒരു ടീത്തുകൾ അതിൻ്റെ തിക്നെസ്സിലുള്ളൊരു വേരിയേഷൻ, ഈ ഒരു ഡയറക്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഓരോന്നിൻ്റെയും ആ ഒരു വിഡ്ത്ത് ഇങ്ങനെ വേരി ചെയ്യുന്നുണ്ടാകും. അപ്പോൾ അതിനനുസരിച്ച് വേരിയബിൾ സ്പീഡ് നമുക്ക് അവൈലബിൾ ആവും. ഓക്കെ, ദെൻ ലിങ്ക് ബെൽറ്റ്, ഇതൊന്നും ഇപ്പോൾ നമുക്ക് അത്ര വലിയ അത്യാവശ്യമുള്ള കാര്യങ്ങളല്ല. അപ്പോൾ മെയിനായിട്ട് ഈ ഒരു ടൈപ്പുകളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. ദെൻ ജനറലായിട്ട് എന്തൊക്കെയാണ് വി ബെൽറ്റിൻ്റെ അഡ്വാൻറ്റേജ്. അപ്പോൾ ഏറ്റവും പ്രധാനം, അപ്പോൾ ഇതിൽ ഈ അഡ്വാൻറ്റേജോ ഡിസഡ്വാൻറ്റേജോ ഒക്കെ നമ്മൾ ഫ്ലാറ്റ് ബെൽറ്റിനെ കമ്പയർ ചെയ്തുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എക്സാമിന് ചോദിക്കുകയാണ്, അതായത് വി ബെൽറ്റും ഫ്ലാറ്റ് ബെൽറ്റും തമ്മിലുള്ള കമ്പാരിസൺ. അങ്ങനെ അതിൻ്റെ അഡ്വാൻറ്റേജ് കാര്യങ്ങൾ ചെയ്യാൻ പറയുകയാണെങ്കിലൊക്കെ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ എഴുതാം. ഇപ്പോൾ ജസ്റ്റ് വി ബെൽറ്റിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ചോദിക്കുകയാണെങ്കിലും ഇതും ഇനി വരുന്ന സ്ലൈഡിൽ ഡിസഡ്വാൻറ്റേജ് പറയുന്നുണ്ട്, ആ കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതാം. ഇനി അതല്ല ഫ്ലാറ്റ് ബെൽറ്റായിട്ട് കമ്പയർ ചെയ്തിട്ട് എഴുതാൻ പറഞ്ഞാലും സെയിം കാര്യങ്ങൾ തന്നെ നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. ഓക്കെ,
ദെൻ ആദ്യം പറയുന്നത് സ്പീഡ് റേഷ്യോ. അപ്പോൾ ഫ്ലാറ്റ് ബെൽറ്റ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും വി ബെൽറ്റിന് സ്പീഡ് റേഷ്യോ കുറച്ചും കൂടി കൂടുതലാണ്. ഓക്കെ, ഒരു 7 വരെ നമുക്ക് സ്പീഡ് റേഷ്യോ വി ബെൽറ്റിൽ അവൈലബിൾ ആണ്. ഫ്ലാറ്റ് ബെൽറ്റിൽ ഒരു ഞാൻ മുമ്പ് പറഞ്ഞപ്പോൾ 7 എന്ന് പറഞ്ഞു എന്ന് തോന്നുന്നു, പക്ഷേ ഒരു 4 വരെയൊക്കെയാണ് ഫ്ലാറ്റ് ബെൽറ്റിൽ സ്പീഡ് റേഷ്യോ അവൈലബിൾ ആയിട്ടുള്ളത്. ആ പുള്ളികളുടെ സൈസ്, ഡ്രൈവിങ്ങിൻ്റെയും ഡ്രിവൺ പുള്ളിയുടെയും സൈസുകൾ വെച്ച് കമ്പയർ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു സ്പീഡ് റേഷ്യോ എന്തോരം വരുന്നുണ്ടെന്ന്. വി ബെൽറ്റിലാണെങ്കിൽ വളരെ ചെറിയ പുള്ളിയും ദെൻ ഡ്രൈവിംഗ് പുള്ളി വളരെ ചെറുതും ഡ്രിവൺ പുള്ളി വളരെ വലുതും എന്നുള്ള രീതിയിൽ, അതായത് ഒരു 7 ടൈംസ് ലാർജർ ആയിട്ട് വരുന്ന രീതിയിലുള്ളൊരു ഡയമീറ്ററിലുള്ള പുള്ളീസ് നമുക്ക്, അതുവരെയുള്ള ഡയമീറ്ററിലുള്ള പുള്ളീസ് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് വി ബെൽറ്റിൽ പറ്റും. അപ്പോൾ അതാണ് ഹൈ സ്പീഡ് റേഷ്യോ കിട്ടുന്നുള്ളത് പറഞ്ഞിട്ടുള്ളത്. ദെൻ സെൻട്രൽ ഡിസ്റ്റൻസ് 3 മീറ്റേഴ്സ് വരെയുള്ള സെൻട്രൽ ഡിസ്റ്റൻസിന് നമുക്ക് വി ബെൽറ്റാണ് കുറേ കൂടി സ്യൂട്ടബിൾ. ഓക്കെ, മറ്റേതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഷോർട്ടർ ഡിസ്റ്റൻസിൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് വി ബെൽറ്റാണ് സൂട്ടബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ദെൻ ക്യാൻ ബി യൂസ്ഡ് അറ്റ് എനി പൊസിഷൻ. വി ബെൽറ്റ് നമുക്ക് ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കൽ ഡയറക്ഷനിൽ, അപ്പോൾ ആ ഒരു നമ്മൾ ഉപയോഗിക്കുന്ന പുള്ളീസിൻ്റെ സെൻറ്റർ ലൈൻ, 2 പുള്ളീസിൻ്റെ സെൻറ്റർ ലൈൻ ഹൊറിസോണ്ടലായിട്ടോ വെർട്ടിക്കലായിട്ടോ, ഇനി അതല്ലെങ്കിൽ ഒരു ആംഗിളിൽ ഇൻക്ലൈൻഡ് ആയിട്ട് വന്നാലും ഒന്നും കുഴപ്പമില്ല, ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും നമുക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാം. ഫ്ലാറ്റ് ബെൽറ്റിൻ്റെ കേസിൽ നമുക്ക് വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടൊക്കെ കാണിച്ചു, പക്ഷേ അതെപ്പോഴും ഹൊറിസോണ്ടലായിട്ട് ഉപയോഗിക്കുന്നതാണ് കുറേ കൂടി നല്ലത്. വെർട്ടിക്കലൊക്കെ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അവിടെ സ്ലിപ്പ് ഉണ്ടാവാനായിട്ടുള്ള ടെൻഡൻസി കൂടുതലാണ്. ദെൻ 4ാമത്തെ പോയിന്റ്, ഇറ്റ് ഈസ് നോട്ട് നെസസറി ടു കീപ് ദ ടൈറ്റ് സൈഡ് ഓഫ് ബെൽറ്റ് അറ്റ് ദ ബോട്ടം സൈഡ് ഓഫ് ദി പുള്ളി. നമ്മൾ ഫ്ലാറ്റ് ബെൽറ്റിൽ അങ്ങനെയായിരുന്നു, ടൈറ്റ് സൈഡ് താഴെയും സ്ലാക്ക് സൈഡ് മുകളിലായിട്ട് ഉള്ളൊരു അറേഞ്ച്മെൻറ്റാണ് നമ്മൾ പ്രിഫർ ചെയ്തിരുന്നത്. വി ബെൽറ്റിന് അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല, ഏത് ഡയറക്ഷനിലാണെങ്കിലും അത്, അല്ലെങ്കിൽ അത് ഏത് സൈഡ് വന്നാലും വിഷയമൊന്നുമില്ല. ഇറ്റ് ക്യാൻ ടേക്ക് അപ്പ് ഷോക്സ് എസ്പെഷ്യലി അറ്റ് ദ സ്റ്റാർട്ടിങ്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ, അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, അതായത് വി ബെൽറ്റിനെ ലോഡ് ക്യാരിയും കോഡ്സ് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ത്രെഡുകൾ, അതല്ലെങ്കിൽ കുറേ കൂടി ടെൻസൈൽ സ്ട്രെങ്ത് ഉള്ള മെറ്റീരിയൽസ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ലോഡ് ക്യാരി ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഷോക്ക് ലോഡുകൾ വന്നാലും വി ബെൽറ്റിന് പ്രശ്നമൊന്നുമില്ല, അതൊക്കെ അത് ക്യാരി ചെയ്തു. ദെൻ ഹൈലി സ്മൂത്ത് ഓപ്പറേഷൻ ഈസ് ഒബ്റ്റൈൻ ഡ്യൂ ടു എൻഡ്ലെസ് സർക്കുലർ ഫോം ഓഫ് ദി ബെൽറ്റ്. ഫ്ലാറ്റ് ബെൽറ്റുകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും വി ബെൽറ്റുകൾ എൻഡ്ലെസ് ആയിട്ടാണ് നമുക്ക് മാനുഫാക്ചർ ചെയ്ത് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഓപ്പറേഷനാണ് നമുക്ക് അവിടെ കിട്ടുക. ദെൻ ലെസ് സ്പേസ് റിക്വയർമെൻറ്റ്. ഇപ്പോൾ ഏറ്റവും ആദ്യമായിട്ട് തന്നെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് കുറവാണ്, അതുകൊണ്ട് തന്നെ കുറേ കൂടി കോമ്പാക്റ്റ് ആണ്. അതേപോലെ വിട്ടും കാര്യങ്ങളൊക്കെ, ഫ്ലാറ്റ് ബെൽറ്റ് ആണെങ്കിൽ ഒരുപാട് വിട്ട് ഉണ്ടായിരിക്കും, അപ്പോൾ അതിനനുസരിച്ച് നല്ല വിട്ടുള്ള പുള്ളിയൊക്കെ യൂസ് ചെയ്യണം. വി ബെൽറ്റ് ആകുമ്പോൾ വിട്ടൊക്കെ കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്. ഇപ്പോൾ മൾട്ടിപ്പിൾ വി ബെൽറ്റ് യൂസ് ചെയ്താൽ പോലും ഫ്ലാറ്റ് ബെൽറ്റ് ഉപയോഗിക്കണം അത്രയ്ക്ക് വിട്ട് വരാൻ സാധ്യതയില്ല. ഓക്കെ, അപ്പോൾ സ്പേസ് റിക്വയർമെൻറ്റ് ഫ്ലാറ്റ് ബെൽറ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കുറേ കൂടി കുറവാണ്. ഓക്കെ, ദെൻ ഡ്യൂറിങ് ഓപ്പറേഷൻ ദ ബെൽറ്റ് വിൽ നോട്ട് കം ഔട്ട് ഓഫ് ദ പുള്ളി. ഇവിടെ നമ്മൾ ബെൽറ്റ് ഒരു ഗ്രൂവിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോഴത്തേക്കും ഫ്ലാറ്റ് ബെൽറ്റിൽ അവിടെ മിസ്അലൈൻമെൻറ്റ്സോ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ബെൽറ്റ് അതിന് ഓട്ടോമാറ്റിക്കായിട്ട് ഊരി പോരാനായിട്ടൊരു ടെൻഡൻസി ഉണ്ട്. പക്ഷേ വി ബെൽറ്റിൽ എന്തായാലും ആ ഒരു ഗ്രൂവിൽ നിന്ന് അതൊരിക്കലും പുറത്തേക്ക് വരില്ല. ദെൻ ഡിസഡ്വാൻറ്റേജ് മെയിനായിട്ടുള്ളത്, വി ബെൽറ്റ്സ് ആർ നോട്ട് സോ ഡ്യൂറബിൾ ഡ്യൂ ടു ഹൈ ബെൻഡിങ് സ്ട്രെസ്സസ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞു വി ബെൽറ്റിൻ്റെ തിക്നെസ് കൂടുതലാണ്, അതുകൊണ്ട് തന്നെ അവിടെ ബെൻഡിങ് സ്ട്രെസ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലൈഫ് കുറവാണ്. ഓക്കെ, ഫ്ലാറ്റ് ബെൽറ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും വി ബെൽറ്റിൻ്റെ ലൈഫ് കുറച്ച് കുറവാണ്. അപ്പോൾ കുറച്ച് ഫ്ലാറ്റ് ബെൽറ്റിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടി ഫ്രീക്വൻ്റ് ആയിട്ട് വി ബെൽറ്റ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. ഓക്കെ, ദെൻ ദ ഡിസൈൻ ഓഫ് വി ഗ്രൂവ് പുള്ളീസ് ആർ മോർ കോംപ്ലിക്കേറ്റഡ്. ഫ്ലാറ്റ് ബെൽറ്റിൻ്റെ ഡിസൈൻ വളരെ സിമ്പിളായിരുന്നു, പക്ഷേ വി ബെൽറ്റിലേക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു വി ഷേപ്പ് ഉള്ളതുകൊണ്ടും അതേപോലെ ബെൽറ്റിൻ്റെ ഷേപ്പും അതേപോലെ ഗ്രൂവിൻ്റെ ഷേപ്പൊക്കെ ആ ഷേപ്പ് ആയതുകൊണ്ട് അത് കുറച്ചുകൂടി ഡിസൈൻ ചെയ്യാനായിട്ട് മാനുഫാക്ചർ ചെയ്യാനൊക്കെ ആയിട്ട് കോംപ്ലിക്കേറ്റഡ് ആണ്. ദി പവർ ട്രാൻസ്മിറ്റിംഗ് കപ്പാസിറ്റി ഓഫ് വി ബെൽറ്റ് ഈസ് ഇൻ ലോവർ റേഞ്ച് ദാൻ ഫ്ലാറ്റ് ബെൽറ്റ്. ഇപ്പോൾ ഒരു വി ബെൽറ്റ്, ഒരു സിംഗിൾ വി ബെൽറ്റ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കപ്പാസിറ്റി എന്നുള്ളത് ഫ്ലാറ്റ് ബെൽറ്റിൻ്റെ അത്രയ്ക്കൊന്നും വരില്ല. പക്ഷേ കൂടുതൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് വി ബെൽറ്റാണ്. അതെന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ബെൽറ്റുകൾ ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഫ്ലാറ്റ് ബെൽറ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇത് വളരെ എഫിഷ്യൻ്റായിട്ട് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഫ്ലാറ്റ് ബെൽറ്റാണ്. വി ബെൽറ്റിന് പവർ ട്രാൻസ്മിഷൻ എഫിഷ്യൻസി കുറവാണ്. അതേപോലെ
ഒരു സിംഗിൾ വി ബെൽറ്റിൻ്റെ പവർ ട്രാൻസ്മിഷൻ കപ്പാസിറ്റിയും ഫ്ലാറ്റ് ബെൽറ്റ് വെച്ച് നോക്കുമ്പോഴത്തേക്കും കുറവാണ്. കാനോട്ട് ബി യൂസ്ഡ് വിത്ത് ലാർജ് സെൻറ്റർ ഡിസ്റ്റൻസ്. ഫ്ലാറ്റ് ബെൽറ്റുകൾ ഉപയോഗിക്കുന്ന പോലെ ലാർജർ സെൻറ്റർ ഡിസ്റ്റൻസിലേക്ക് നമുക്ക് വി ബെൽറ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. ദെൻ വി ബെൽറ്റിനുള്ളൊരു അഡ്വാൻറ്റേജ് നേരത്തെ പറയാൻ വിട്ടുപോയതാണ്, അതിലെഴുതിയിട്ടുണ്ടായിരുന്നില്ല. അതായത് ഒരു 90 ഡിഗ്രി വരെ ഉള്ള ഒരു ടെമ്പറേച്ചർ, -30 മുതൽ 90 ഡിഗ്രി വരെയുള്ളൊരു ടെമ്പറേച്ചറിലൊക്കെ ഇത് സ്മൂത്തായിട്ട് അല്ലെങ്കിൽ വി ബെൽറ്റ് വർക്ക് ചെയ്യാൻ പ്രശ്നമില്ല. അതേപോലെ ഓയിലി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണെങ്കിലും വി ബെൽറ്റുകൾക്ക് ഇപ്പോൾ നമ്മുടെ ആ ഒരു വർക്കിംഗ് കണ്ടീഷൻ കുറച്ച് മോശമാണെങ്കിലും, അതേപോലെ അതായത് ഇപ്പോൾ വാട്ടർ കണ്ടൻറ്റോ അല്ലെങ്കിൽ ഓയിൽ കണ്ടൻറ്റോ ഒക്കെ ഉണ്ടായാലും വി ബെൽറ്റുകളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഫ്ലാറ്റ് ബെൽറ്റുകൾ ചില കേസിലെങ്കിലും അങ്ങനത്തെ അറ്റ്മോസ്ഫിയറിലൊന്നും അതേപോലെ ഹൈ ടെമ്പറേച്ചറിലൊന്നും പ്രോപ്പറായിട്ട് ഇത് വർക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. വി ബെൽറ്റിന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, ദെൻ ഡെസിഗ്നേഷൻ ഓഫ് വി ബെൽറ്റ്. അപ്പോൾ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് വി ബെൽറ്റുകളുടെ ഡെസിഗ്നേഷൻ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു. വി ബെൽറ്റുകളുടെ പല ഗ്രേഡുകൾ ABCDE എന്ന് പറഞ്ഞിട്ട് പല ഗ്രേഡുകളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ആൽഫബറ്റ്സ് ആണ് ഇതിൻ്റെ ഡെസിഗ്നേഷനിലുള്ള ഫസ്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, മെയിനായിട്ട് ഒരു ആൽഫബറ്റും ഒരു നമ്പറാണ് വി ബെൽറ്റിൻ്റെ ഡെസിഗ്നേഷനിൽ വരിക. അപ്പോൾ ഈ പറഞ്ഞ സൈസുകളുടെ ക്രോസ് സെക്ഷൻ്റെ ആ ഒരു സൈസുകളെ കാണിക്കുന്ന ABCDE എന്നൊക്കെ പറയുന്ന നൊട്ടേഷൻസ് ആണ് ഇതിൻ്റെ ആൽഫബറ്റ് പാർട്ടിൽ വരിക. ദെൻ ഒരു നമ്പർ ഉണ്ടായിരിക്കും. ഈ നമ്പർ എന്ന് പറയുന്നത് വി ബെൽറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇന്നർ സർക്യൂംഫറൻഷ്യൽ ലെങ്ത് ഉണ്ട്. വി ബെൽറ്റിന് നമ്മൾ ഫ്ലാറ്റ് ബെൽറ്റിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കുന്ന സെയിം ഇക്വേഷൻ തന്നെ ഉപയോഗിച്ചിട്ടൊരു ലെങ്ത്ത് കണ്ടുപിടിക്കും. പക്ഷേ ആ ലെങ്ത്ത് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഡാറ്റ ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു നോമിനൽ പിച്ച് ലെങ്ത്ത് എന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ലെങ്ത്തിന് പറയാം. ഈ ഒരു നോമിനൽ പിച്ച് ലെങ്ത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു ഇന്നർ സർക്യൂംഫറൻഷ്യൽ ലെങ്ത്ത്, ഓക്കെ, അല്ലെങ്കിൽ ഒരു ഇൻസൈഡ് ലെങ്ത്ത്, നോമിനൽ ഇൻസൈഡ് ലെങ്ത്ത് എന്ന് പറഞ്ഞിട്ടൊരു ഡയമെൻഷൻ നമുക്ക് ഡാറ്റ ബുക്കിൽ അവൈലബിൾ ആണ്. ആ ഒരു വാല്യൂ, അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് കാണാം, D3048. അപ്പോൾ ഈ ഒരു 3048 എന്നുള്ളത് ആ ഒരു ബെൽറ്റിൻ്റെ ഇന്നർ സർക്യൂംഫറൻഷ്യൽ ലെങ്ത്ത് ആണ് കാണിക്കുന്നത്. ഓക്കെ, ദെൻ D എന്നുള്ളത് അതിൻ്റെ ക്രോസ് സെക്ഷൻ. അപ്പോൾ അത്രയും സൈസിൽ ഉള്ള ബെൽറ്റാണ് എന്നുള്ളതും അതേപോലെ അതിൻ്റെ ലെങ്ത്ത് എന്താണെന്നുള്ളതും ഈ ഒരു ഡെസിഗ്നേഷൻ നമുക്ക് മനസ്സിലാക്കാം. ദെൻ വി ബെൽറ്റിൻ്റെ ഡിസൈൻ. ഇപ്പോൾ ഫ്ലാറ്റ് ബെൽറ്റിൻ്റെ ഡിസൈൻ നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ് വി ബെൽറ്റിൻ്റെ കേസിലും. അതായത് രണ്ട് രീതിയിൽ നമുക്ക് ഡിസൈൻ ചെയ്യാം. ഒന്ന് ഫണ്ടമെൻ്റൽ ഇക്വേഷൻസ്, അതല്ലെങ്കിൽ ബേസിക് ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ബെൽറ്റ് ഡിസൈൻ ചെയ്യാം. പിന്നെ വരുന്നത് മാനുഫാക്ചേഴ്സ് ഡാറ്റ അല്ലെങ്കിൽ മാനുഫാക്ചേഴ്സ് കാറ്റലോഗ് ഉപയോഗിച്ചിട്ടും വി ബെൽറ്റ് ഡിസൈൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ മെയിനായിട്ട് മാനുഫാക്ചേഴ്സ് ഡാറ്റ വെച്ചിട്ടുള്ള ഡിസൈൻ്റെ കാര്യങ്ങളാണ് പ്രോബ്ലം ചെയ്യുള്ളൂ. ദെൻ നമ്മൾ ജസ്റ്റ് ഈ ഒരു ഫണ്ടമെൻ്റൽ ഇക്വേഷൻസും ജസ്റ്റ് പറഞ്ഞു പോകും. അപ്പോൾ മെയിനായിട്ട് രണ്ട് ഇക്വേഷൻസ് ആണ് വരുന്നത്. ഒന്ന് റേഷ്യോ ഓഫ് ടെൻഷൻസ്. അപ്പോൾ അതിൽ T1/T2 = e⁻1 × θ. ഫ്ലാറ്റ് ബെൽറ്റിലുണ്ടായിരുന്ന ഇക്വേഷൻ ഇവിടെ വരുമ്പോഴത്തേക്ക് ഒരു വ്യത്യാസമുള്ളത്, നമ്മൾ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എന്നുള്ളതിന് പകരം ഇവിടെ ഒരു അപ്പാരൻറ്റ് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ μ1 ആണ് ആ ഇക്വേഷനിൽ കൊടുത്തിട്ടുള്ളത്. ദെൻ μ1ൻ്റെ വാല്യൂ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്, അതിവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. μ1 = μ/sin α/2. μ എന്നുള്ളത് നമ്മുടെ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ആണ്. ദെൻ ആൽഫ എന്നുള്ളത് ഗ്രൂവ് ആംഗിൾ ആണ്, അതിൻ്റെ പകുതി sin α/2. μ/sin α/2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പാരൻറ്റ് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ കിട്ടും. അത് വെച്ചിട്ടാണ് ഈ ഒരു ഇക്വേഷൻ എഴുതിയിട്ടുള്ളത്. ദെൻ സെൻട്രിഫ്യൂഗൽ ടെൻഷൻ ഫ്ലാറ്റ് വി ബെൽറ്റിൻ്റെ കേസിലുണ്ട്. സെൻട്രിഫ്യൂഗൽ ടെൻഷൻ്റെ വാല്യൂ കൺസിഡർ ചെയ്യാത്ത കേസിൽ നമ്മൾ ആദ്യത്തെ ഇക്വേഷനാണ് റേഷ്യോ ഓഫ് ടെൻഷനായിട്ട് യൂസ് ചെയ്യുക. ദെൻ സെൻട്രിഫ്യൂഗൽ ടെൻഷൻ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും ഇക്വേഷൻ ഇതുപോലെയാവും. ഓക്കെ, μ1 T1 - Tc/T2 - Tc = e⁻1 × θ. തീറ്റ എന്നുള്ളത് ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ്. നമ്മൾ മുമ്പ് ഫ്ലാറ്റ് ബെൽറ്റിന് കണ്ടുപിടിച്ചിരുന്ന പോലെ തന്നെയാണ്, സെയിം ഇക്വേഷനാണ്. അതേപോലെ വി ബെൽറ്റിൽ ഓപ്പൺ ടൈപ്പ് ബെൽറ്റ് മാത്രമേ ഉള്ളൂ, ക്രോസ്ഡ് ടൈപ്പ് അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഒരു ഇക്വേഷനുള്ളൂ. സ്മോളർ പുള്ളിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് ആണ് നമ്മൾ മെയിനായിട്ട് കണ്ടുപിടിക്കുന്നത്. എല്ലാം പണ്ട് നമ്മൾ ഉപയോഗിച്ച സെയിം ഇക്വേഷൻ, ഫ്ലാറ്റ് ബെൽറ്റിൻ്റെ കേസിലെ സെയിം ഇക്വേഷനാണ്. അതേപോലെ റേഷ്യോ ഓഫ് ടെൻഷൻ്റെ ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഡാറ്റ ബുക്കിൽ പേജ് 294 അവൈലബിൾ ആണ്. ഓക്കെ, ആ ഒരു സെയിം പോർഷനിൽ തന്നെ ഈ ഒരു μ1 അതൊക്കെ അവിടെ ഇക്വേഷൻ അവൈലബിൾ ആണ്. ദെൻ ഫണ്ടമെൻ്റൽ ഇക്വേഷൻ്റെ ഭാഗമായിട്ട് പിന്നെ വരുന്നത് പവർ ട്രാൻസ്മിറ്റഡ്. ഇതും സെയിം ഇക്വേഷൻ തന്നെയാണ്, ഫ്ലാറ്റ് ബെൽറ്റിൻ്റെ കേസിലത്തെ സെയിം ഇക്വേഷൻ തന്നെയാണ് ഇവിടെയും വരുന്നത്. ദെൻ ഡിസൈൻ ബേസ്ഡ് ഓൺ മാനുഫാക്ചേഴ്സ് ഡാറ്റ.
അപ്പോൾ ഇത് നമ്മൾ ഫ്ലാറ്റ് ബെൽറ്റിൽ പറഞ്ഞതിൻ്റെ സെയിം തന്നെയാണ് വരുന്നത്. അതായത് മാനുഫാക്ചേഴ്സ് ഡാറ്റ വെച്ച് ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്കും മെയിനായിട്ട് 2 പാരാമീറ്ററാണ് നമ്മൾ നോക്കുന്നത്. ഒന്ന്, എത്ര പവറാണ് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത്. നമുക്കൊരു റേറ്റഡ് പവർ ഉണ്ടായിരിക്കും. ദെൻ നമ്മുടെ വർക്കിംഗ് കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ഡിസൈൻ പവർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ദെൻ ഈ ഒരു ഡിസൈൻ പവറിനെ നമ്മുടെ ഒരു സിംഗിൾ ബെൽറ്റിൻ്റെ ഒരു കപ്പാസിറ്റി നമ്മൾ കണ്ടുപിടിച്ചിട്ട് അത് വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് നമ്പർ ഓഫ് ബെൽറ്റ്സ് കണ്ടുപിടിക്കുക. ഫ്ലാറ്റ് ബെൽറ്റിൻ്റെ കേസിൽ നമ്മൾ ബെൽറ്റിൻ്റെ വിഡ്ത്താണ് കണ്ടുപിടിച്ചിരുന്നത്. വി ബെൽറ്റിൻ്റെ കേസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് ഒന്നിലധികം ബെൽറ്റുകൾ വേണ്ടി വരും മിക്കവാറും കേസിൽ നമുക്ക് എഫിഷ്യൻ്റായിട്ട് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ എത്ര ബെൽറ്റുകൾ വേണം എന്നുള്ളൊരു നമ്പർ N- എന്ന് പറയുന്ന ഒരു നമ്പറാണ് നമ്മൾ വി ബെൽറ്റിൻ്റെ കേസിൽ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ 2 പാരാമീറ്റേഴ്സ്, ഒന്ന് ഡിസൈൻ പവറും ഒന്ന് ബെൽറ്റ് റേറ്റിംഗ് എന്ന് പറയാം, അതല്ലെങ്കിൽ ഒരു സിംഗിൾ വി ബെൽറ്റിൻ്റെ പവർ ട്രാൻസ്മിഷൻ കപ്പാസിറ്റി. അപ്പോൾ ഈ 2 പാരാമീറ്റർ, അപ്പം ഡിസൈൻ പവർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഫ്ലാറ്റ് ബെൽറ്റിൻ്റെ കേസിലത്തെ ഇക്വേഷനേക്കാളും കുറച്ചും കൂടിയും ഡിഫറൻ്റ് ആണ് ഇവിടുത്തെ ഇക്വേഷൻ. ഫ്ലാറ്റ് ബെൽറ്റിൽ നമ്മൾ ഒരു വാല്യൂ ആണ് എക്സ്ട്രാ വരുന്നുള്ളൂ. ഫ്ലാറ്റ് ബെൽറ്റിൽ റേറ്റഡ് പവർ ഇൻറ്റു സർവീസ് ഫാക്ടർ ഡിവൈഡഡ് ബൈ ആംഗിൾ ഓഫ് കോൺടാക്റ്റ് ഫാക്ടർ, അതാണ് ഫ്ലാറ്റ് ബെൽറ്റിൽ നമ്മൾ ഡിസൈൻ പവർ കണ്ടുപിടിക്കാനായിട്ട് ചെയ്തിരുന്നത്. ഇവിടെ ഒരു ബെൽറ്റ് ലെങ്ത് കറക്ഷൻ ഫാക്ടർ KL എന്ന് പറയുന്നൊരു ഫാക്ടർ കൂടി ഇവിടെ വരും. ഓക്കെ, ദെൻ നമ്മുടെ ഡാറ്റ ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ പേജ് നമ്പർ 295 ഡിസൈൻ പവർ എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഇക്വേഷനൊന്നും അവിടെ ഉണ്ടാവില്ല. പക്ഷേ വേറൊരു ഇക്വേഷൻ്റെ ഭാഗമായിട്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് ഡിസൈൻ പവർ ആണെന്നുള്ളത് മനസ്സിലാവണം. ഇത്രയും പാരാമീറ്റേഴ്സ് ആ ഇക്വേഷനിലുണ്ട്. ഓക്കെ, അത് നമ്മൾ ഡാറ്റ ബുക്കിൻ്റെ പേജുകൾ കാണിക്കും പ്രോബ്ലം ചെയ്യുമ്പോൾ. അപ്പോൾ അത് അല്ലെങ്കിൽ ഡിസൈൻ പ്രൊസീജിയർ അടുത്ത ക്ലാസ്സിൽ പറയണുള്ളൂ. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് അത് കാണിച്ചു തരാം. അല്ലെങ്കിൽ ഡാറ്റ ബുക്ക് എടുത്ത് നോക്കുക. മഹാദേവൻ ഡാറ്റ ബുക്കിലാണ് നമ്മൾ ഇപ്പോൾ വി ബെൽറ്റിൻ്റെ ഇക്വേഷൻസ് എല്ലാം നമ്മൾ മഹാദേവൻ ഡാറ്റ ബുക്ക് വെച്ചിട്ടാണ് ചെയ്യണത് കേട്ടോ. ഫ്ലാറ്റ് ബെൽറ്റ് നമ്മൾ PSG ആയിരുന്നു. പക്ഷേ വി ബെൽറ്റ് വന്നപ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടി ഡാറ്റാസ് നല്ലത് മഹാദേവനിൽ ഡാറ്റാസ് കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആ ഒരു ഡാറ്റാസാണ് നമ്മൾ വി ബെൽറ്റ് ഡിസൈൻ ഫോളോ ചെയ്യണത്. ഓക്കെ, അപ്പോൾ അവിടെ വരുന്ന 3 ഫാക്ടേഴ്സ്, സർവീസ് ഫാക്ടർ ഉണ്ട്, ബെൽറ്റ് ലെങ്ത് കറക്ഷൻ ഫാക്ടർ, ആർക്ക് ഓഫ് കോൺടാക്റ്റ് ഫാക്ടർ. ഈ ഒരു ഡിസൈൻ പവർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ഫാക്ടേഴ്സാണ്. ഇതിൻ്റെയൊക്കെ പേജുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡാറ്റ ബുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ സംഗതികളൊക്കെ കാണാം. ദെൻ ബെൽറ്റ് റേറ്റിംഗ് ഓർ ബെൽറ്റ് കപ്പാസിറ്റി, അതായത് ഒരു സിംഗിൾ വി ബെൽറ്റിൻ്റെ പവർ ട്രാൻസ്മിഷൻ കപ്പാസിറ്റി കിലോ വാട്ടിലുള്ളത്. ഇത് ഡാറ്റ ബുക്കിൻ്റെ ഗെയിം ഡാറ്റ ബുക്കിൽ 295 പേജിൽ ഇത് അവൈലബിൾ ആണ്. അപ്പോൾ അതവിടെ ഓരോ ക്രോസ് സെക്ഷൻ ABCDE എന്ന് പറയുന്ന ഓരോ ക്രോസ് സെക്ഷനും കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഒരു പവർ കണ്ടുപിടിക്കാനായിട്ട് വെവ്വേറെ ഇക്വേഷൻസ് ഉണ്ട്. ദെൻ ആ ഇക്വേഷൻസിൽ വരുന്ന കുറച്ച് പാരാമീറ്റേഴ്സ് ഉണ്ട്. അതൊക്കെ നമുക്ക് ഡിസൈൻ പ്രൊസീജിയർ വരുമ്പോഴത്തേക്കും പറയാം. അപ്പോൾ എന്തായാലും ബേസിക് ആയിട്ടുള്ള ഐഡിയ മനസ്സിലാക്കുക. മാനുഫാക്ചേഴ്സ് ടേബിൾ ഉപയോഗിച്ചിട്ട് ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്കും ഒരു ഡിസൈൻ പവർ കണ്ടുപിടിക്കും. ദെൻ ബെൽറ്റ് റേറ്റിംഗ് കണ്ടുപിടിക്കും. ഡിസൈൻ പവറിനെ ബെൽറ്റ് റേറ്റിംഗ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് നമ്പർ ഓഫ് ബെൽറ്റ് കിട്ടും. ഫ്ലാറ്റ് ബെൽറ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ വിഡ്ത്തായിരുന്നു. ഇവിടെ നമുക്ക് എത്ര വി ബെൽറ്റുകൾ യൂസ് ചെയ്യണം എന്നുള്ളൊരു നമ്പറാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ അതാണ് മെയിനായിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ വി ബെൽറ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ മെയിനായിട്ട് കണ്ടുപിടിക്കുന്നത് ഈ നമ്പർ ഓഫ് ബെൽറ്റ് എത്രയാണ്, അതേപോലെ അവിടുത്തെ ബെൽറ്റിൻ്റെ ലെങ്ത്ത്, ദെൻ പുള്ളി ഡയമീറ്റേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യും. തന്നിട്ടില്ലെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്യണം. ദെൻ ബെൽറ്റ് ലെങ്ത്ത് കണ്ടുപിടിക്കും. ബെൽറ്റ് ലെങ്ത്ത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ചോദ്യത്തിലൊരു സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ടായിരിക്കും. ആ ഒരു ഡിസ്റ്റൻസ് നമ്മൾ കുറച്ച് മോഡിഫൈ ചെയ്യേണ്ടി വരും. ഓക്കെ, ബെൽറ്റ് ലെങ്ത്ത് കണ്ടുപിടിച്ച് അത് സ്റ്റാൻഡർഡൈസ് ചെയ്യണം. സ്റ്റാൻഡർഡൈസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് കുറച്ച് വേരി ചെയ്യേണ്ടി വരും. അങ്ങനെ നമ്മൾ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസിന് മോഡിഫൈ ചെയ്യും. ദെൻ അതിനുശേഷം നമ്മൾ പുള്ളി ഡയമെൻഷൻസ് കുറച്ച് കണ്ടുപിടിക്കാനുണ്ട്. അത് ഡാറ്റ ബുക്കിൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അത് വെച്ച് പുള്ളി ഡയമെൻഷൻസ് കൂടി കണ്ടുപിടിച്ചാൽ നമ്മുടെ വി ബെൽറ്റിൻ്റെ മാനുഫാക്ചേഴ്സ് ഡാറ്റ ഉപയോഗിച്ചുള്ള ഡിസൈൻ കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് ഡിസൈൻ പ്രൊസീജിയർ ഡീറ്റെയിൽ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ പറയാം. ദെൻ പിന്നെ വരുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നൊട്ടേഷൻസ്. ഇതെല്ലാം നമ്മുടെ ഫ്ലാറ്റ് ബെൽറ്റ് ഡ്രൈവിൻ്റെ അതിനോട് സിമിലർ തന്നെയാണ്. സ്മോളർ പുള്ളിയുടെ ഡയമീറ്റർ സ്മോൾ d, ലാർജർ പുള്ളിയുടെ ഡയമീറ്റർ ക്യാപിറ്റൽ D. ദെൻ ഡ്രൈവിംഗ് പുള്ളിയുടെ RPM N1, ഡ്രിവൺ പുള്ളിയുടെ ഒരു സ്പീഡ് N2. ദെൻ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് നമ്മൾ ക്യാപിറ്റൽ C വെച്ചിട്ട് നോട്ടേറ്റ് ചെയ്യണം. ദെൻ വി ഗ്രൂവ് ആംഗിൾ ആൽഫ, ആർക്ക് ഓഫ് കോണ്ടാക്റ്റ് തീറ്റ. ഓക്കെ, ഇതൊക്കെ നൊട്ടേഷൻസ് എല്ലാം
അപ്പോൾ ആൽഫ എന്ന് പറഞ്ഞ നൊട്ടേഷൻ മാത്രമാണ് പുതുതായിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ സിമിലർ, മുമ്പത്തെ സിമിലർ തന്നെയാണ്. താങ്ക് യു.